ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു യാർ ഡിസൈൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അൺസ്റ്റിച്ച് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് ആണ്. 3 പീസ് സെറ്റാണ് വരുന്നത്. നമ്മളിപ്പം റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് 3 പീസ് സെറ്റിൻ്റെ മെറ്റീരിയൽസ്. അതിൽ നമുക്ക് നല്ല എൻക്വയറിയാണ്. നമ്മളിപ്പം രണ്ട് ടൈപ്പിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് രണ്ടും നമുക്ക് നല്ല എൻക്വയറി ആയിരുന്നു. ഹ്യൂജ് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ട് തന്നെ നമുക്കെല്ലാം സോൾഡ് ഔട്ട് ആയിപ്പോയി. ഒരു സ്റ്റോക്ക് പോലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല. അപ്പം നമ്മൾ ഒരുപാട് കസ്റ്റമർ നമുക്ക് എൻക്വയറി ചെയ്ത പ്രകാരം നമ്മൾ ഒരു 7 ഷെയ്ഡ്സിൽ പേഴ്സൽ ഷെയ്ഡും വരുന്നുണ്ട്, ഡാർക്ക് ഷെയ്ഡും വരുന്നുണ്ട്. 7 ഷെയ്ഡിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കളക്ഷൻസ് കണ്ടിട്ട് വന്നാലോ? അതിനെല്ലാം മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെല്ലൈക്കനും കൂടെ എന്നെ വിളിച്ചാൽ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കളക്ഷൻ കണ്ടിട്ട് വന്നാലോ? ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. ഇതെല്ലാം വന്നിട്ട് രണ്ട് ഡിഫറെൻറ്റ് ഷെയ്ഡിലാണ് വരുന്നത്. സെയിം ഒറ്റ ഷെയ്ഡിലായിട്ടല്ല വരുന്നത്, 2 ഷെയ്ഡ്സ് ആയിട്ടാണ് വരുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ഓറഞ്ച് ആൻഡ് റെഡ് ഷെയ്ഡാണ് വരുന്നത്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് ക്രേപ്പ് സിൽക്കാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഈ വീഡിയോ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ ഓൾ ഓവർ വന്നിട്ട് യോക്കേരിയിലും ശരി, ബോഡി പോർഷനിലും ശരി, ഇതിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിൽ കണ്ടോ, ഈ യോക്കേരിയിൽ വരുന്ന അതേ സെയിം ഷെയ്ഡാണ് വരുന്നത്. ബാക്കി ബോഡി പോർഷനിലാണ് ഫുള്ള് വന്നിട്ട് ഓറഞ്ച് വരുന്നത്. ഓൾ ഓവർ വന്നിട്ട് ഒറിജിനൽ മിറർ വർക്ക് കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. ഇതിൻ്റെ പാൻറ് വന്നിട്ടൊരു ക്രേപ്പ് സിൽക്കിൻ്റെ തന്നെ പാൻറ്റാണ്. അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിക്കാം. ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ പാകിസ്ഥാനി ദുപ്പട്ടയൊക്കെ കണ്ടിട്ടില്ല, അതേ സെയിം തന്നെയാണ്. ദുപ്പട്ടയിൽ ഓൾ ഓവർ വന്നിട്ട് ഇങ്ങനെ ആ വർക്ക് പോകുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നമുക്കൊരു പാർട്ടി വെയറൊക്കെ ഇടാൻ പറ്റിയ അടിപൊളിയാണ് കേട്ടോ. ദുപ്പട്ടേൻ്റെ ഷെയ്ഡ് വന്നിട്ട് ആ ഓറഞ്ച് റെഡ് മിക്സ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ചുറ്റിലും വന്ന് ഫുള്ള് വന്നിട്ട് ഇങ്ങനെ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ദുപ്പട്ടേൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.5 തന്നെയാണ് വരുന്നത്. നല്ല വീതിയും നീളവും ഒക്കെ വരുന്നുണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ദുപ്പട്ട വരുന്നത്. ഇത് കണ്ടോ. അതിൻ്റെ പാൻറ്റും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെയാണ് അതിൻ്റെ പാൻറ്റ് വരുന്നത്. നല്ല ഭംഗിയാണ്. ദുപ്പട്ട ഞാൻ ഓൾറെഡി കാണിച്ചല്ലോ. ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. അതിൻ്റെ പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഫസ്റ്റ് വൺ വന്നിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ്. നമുക്ക് സെക്കൻഡ് വൺ കണ്ടിട്ട് വന്നാലോ? ഇതിൽ സെക്കൻഡ് വൺ വന്നിട്ട് നല്ല ഒരു പിങ്ക് ഷെയ്ഡ് ആൻഡ് പർപ്പിൾ ഷെയ്ഡുടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. പർപ്പിൾ ആൻഡ് വയലറ്റും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പും വരുന്നത്. പാൻറ്റ് വന്നിട്ട് നമ്മൾ നേരത്തെ കാണിച്ച പോലെ പ്ലെയിൻ ഷെയ്ഡായിരിക്കും. ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതിലെല്ലാത്തിലും നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെയായിരിക്കും. രണ്ട് ഷെയ്ഡ് ഇങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് വന്നിട്ട് പിങ്ക് ആൻഡ് ഒരു വയലറ്റ് ഷെയ്ഡാണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ. ഒരു രക്ഷയില്ല, എല്ലാ ഷെയ്ഡും നല്ല ഷെയ്ഡാണ്. ഒരു ഡബിൾ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇത് വന്നിട്ട് ഒരു ബ്ലൂ ഷെയ്ഡും ഒരു ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂവും കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ടോ. തേർഡ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. നമ്മൾ ആദ്യം കാണിച്ച പോലെ സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും ഇല്ല. പിന്നെ ഇതെല്ലാം നോർത്ത് കാണിക്കാനുള്ള, പിന്നെ നോർത്ത് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളത് റീപാക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാകും. അതുകൊണ്ടാണ് ഓപ്പൺ ചെയ്ത് കാണിക്കാത്തത്. ആൻഡ് ഫോർത്ത് വൺ വന്നിട്ട് നല്ല ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ, ഒരു ഗ്രീനും യെല്ലോയും മെഹന്തി ഗ്രീൻ എന്ന് പറയാം കേട്ടോ. ഇതിൻ്റെ ബോഡി പോർഷൻ മെഹന്തി ഗ്രീനും യോക്കേരിയിൽ വന്നിട്ട് നല്ല ഒരു പാരറ്റ് ഗ്രീനുമാണ് വരുന്നത്. ഇതാണ് ഫോർത്ത് വൺ വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. പാൻറ് ഇതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയായിരിക്കും വരുന്നത് കേട്ടോ. ആ ബോഡി പോർഷനിലും യോക്കേരിയിലും വരുന്ന ഷെയ്ഡ് ഇങ്ങനെ മിക്സ് ആയിട്ടായിരിക്കും എല്ലാത്തിനും വരുന്നത്. ഫോർത്ത് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇത്രയും നേരം നമ്മൾ കണ്ട 4 വന്നിട്ട് ഡാർക്ക് ഷെയ്ഡ് ആണെങ്കിൽ ഇനി നമ്മൾ കാണാൻ പോകുന്നതല്ല പേസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ. ഇത് വന്നിട്ട് നല്ല ഒരു എന്താ പറയുക, ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ് കേട്ടോ. എനിക്കൊരു കറക്റ്റ് ഒരു ഗ്രേ അല്ല, ഗ്രീനും അല്ല, എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഫിഫ്ത്ത് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ആ ഒരു ഷെയ്ഡ് എല്ലാം ഡബിൾ ഷെയ്ഡിലാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയായിരിക്കും വരുന്നത്. ആ ഒരു യോക്കേരിയയിലും ബോഡി പോർഷനിലുള്ള രണ്ട് ഷെയ്ഡും കൂടെ ഇങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത്. ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഫസ്റ്റ് കണ്ട പോലെ സെയിം തന്നെയാണ്, ഒരു ഡിഫറൻസും വരുന്നില്ല. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ. നല്ല ഷെയ്ഡാണ്, എല്ലാ ഷെയ്ഡും നല്ല ഷെയ്ഡാണ്. ഏത് ഷെയ്ഡിലുള്ളവർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പോലത്തെയാണ്. അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയുമില്ല. ഇതിൻ്റെ വർക്ക്, ഇതിൻ്റെ ഈ യോക്കിരിയിലുള്ള അതേ സെയിം വർക്ക് വന്നിട്ട് ഇതിൻ്റെ എൻഡ് പോർഷനിൽ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് വന്നിട്ട് ഒരു പീച്ച് ഷെയ്ഡാണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ടോപ്പ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇതൊക്കെ നമ്മൾ നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പാർട്ടി വെയറൊക്കെ ഇടാൻ പറ്റിയ അടിപൊളിയാണ്.
ഇപ്പം നമ്മൾ കണ്ട അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ദുപ്പട്ടയൊന്നും ഒരു രക്ഷയില്ല, ഫുൾ വർക്കാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നല്ല സ്റ്റിച്ച് ചെയ്യുന്നിടത്ത് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല ഒരു ഇതായിരിക്കും കേട്ടോ, നല്ല വൃത്തിയായിരിക്കും. 3 പീസ് സെറ്റാണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് നല്ല ഒരു ഗ്രേ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഗ്രേ ഷെയ്ഡിൽ വന്നിട്ട് ഒരു ഗ്രീനിഷ് ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് അതിൻ്റെ യോക്ക് ഏരിയയിലെ. അതേപോലെ ദുപ്പട്ടയിലും അങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത്. ഇത് വന്നിട്ട് നല്ലൊരു ഗ്രേ ഷെയ്ഡാണ്. ഇടയ്ക്ക് എനിക്കൊരു കസ്റ്റമർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ആ പേസ്റ്റൽ ഷെയ്ഡ് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നത് എല്ലാം ഡാർക്ക് ഷെയ്ഡാണ്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പേസ്റ്റൽ ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ലാസ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ, നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ. ഇങ്ങനെയാണ് എൻ്റെ ദുപ്പട്ട വരുന്നത്. ഗ്രേയും ഒരു എന്താ പറയുക ഡാർക്ക് ഗ്രേയും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. ദുപ്പട്ടയിലൊക്കെ ഒരു രക്ഷയില്ല, ഫുൾ വർക്ക് വരുന്നുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം നമ്മളിത് ഒരു ഹ്യൂജ് ക്വാണ്ടിറ്റി തന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ടോട്ടൽ 7 ഷെയ്ഡ്സിലാണ് വരുന്നത്. അപ്പം നിങ്ങൾ വീഡിയോ കണ്ട ഉടൻ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക. കാരണം നമ്മുടെ യൂണിറ്റിൽ അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എടുത്തു തരാൻ കഴിയും. കുറേ കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ അപ്ലോഡായി ഒരു 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് ഓർഡർ തരുമ്പോഴത്തേക്കും അവിടെയും എല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടാവും, നമ്മുടെ കയ്യിലും സോൾഡ് ഔട്ട് ആയി. അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട ഈ മെറ്റീരിയൽസിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് വന്നിട്ട് 949 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. 949 ഒന്നും വലിയൊരു റേറ്റ് അല്ല. കാരണം നമ്മളിത് വെളിയിൽ ഇത് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 1800 എബോവ് പോകാൻ അത്രയും വാല്യൂ ഉള്ള നല്ല ഒരു മെറ്റീരിയലാണ്. അപ്പം 949 ഉള്ളൂ. ഫ്രീ ഷിപ്പിങ്ങിലാണ് വരുന്നത്. വേഗം ഓർഡർ പ്ലേസ് ചെയ്തോളൂ. നമ്മൾ ഓർഡേഴ്സ് എല്ലാം എടുക്കുന്നത് വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ അത് എഴുതി കാണിക്കുന്നുണ്ടാവും. 8891479506. കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സിന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു എലഗൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഔട്ട്, ഗൗരി ഹർഷ്.